ഗൈസ് നമുക്കിന്നൊരു കല്യാണം കൂടാൻ പോയാലോ? കൊടുവയറാണ് കേട്ടോ കല്യാണം. ഏതാ മണ്ഡപം എന്ന് അവിടെ എത്തിയിട്ട് നോക്കാം. ഗൈസ്, കൊടുവയർ MP ഹാളിലാണ് കേട്ടോ കല്യാണം. 5 കൊല്ലം മുമ്പ് എനിക്ക് ഇവിടെ വെച്ച് ചെറിയൊരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻട്രൻസ് കയറിയതും പയ്യന്റെ വാപ്പ നിൽക്കുന്നുണ്ടായിരുന്നു. ആൾക്കൊരു സലാമും പറഞ്ഞ് നമ്മൾ വെൽക്കം ഡ്രിങ്കിലേക്ക് പോയിട്ടാ. ലൈവ് ജ്യൂസ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. തണ്ണിമത്തൻ, ഷമാമ, മുന്തിരി, പൈനാപ്പിൾ ഒക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നമ്മളൊരു പൈനാപ്പിൾ മിന്റ് ആണ് കേട്ടോ എടുത്തത്. സംഭവം നല്ല റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റേജിലോട്ട് നോക്കിയപ്പോൾ നല്ല തിരക്ക്. ഡെക്കറേഷൻ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്ക് കഴിയട്ടെ എന്ന് വിചാരിച്ചു. നേരെ പോയി കൈ കഴുകി. ഡൈനിങ് ഹാളിലാണെങ്കിൽ അവിടെയും തിരക്ക്. ഒറ്റക്കൈ കൊണ്ട് കിട്ടിയ ഒരു സീറ്റിലിരുന്നു. റാവുത്തർ ബീഫ് ബിരിയാണിയും മലബാറി ചിക്കൻ ബിരിയാണിയും ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം മലബാറി ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തത്. അതിന്റെ കൂടെ ചില്ലി ചിക്കൻ, സലാഡ്, നാരങ്ങ അച്ചാറും പിന്നെ വെള്ളവും ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ചോറ് മുഴുവനായി വെന്തിട്ടില്ല. മുകൾ ഭാഗം വെന്തിട്ട് ഉള്ളു വേവാത്ത കണ്ടീഷൻ ആയിരുന്നു കേട്ടോ. കൂടാതെ ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടായിരുന്നില്ല. മസാലയും കുറവായിരുന്നു. പക്ഷെ ബിരിയാണിയിലെ ചിക്കൻ നന്നായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് നമ്മൾ കുറച്ചേ എടുത്തിരുന്നു. അത് ഫിനിഷാക്കി നെക്സ്റ്റ് റാവുത്തർ ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അതാണെങ്കിൽ കുഴപ്പമില്ല. ഒരു കല്യാണ ബിരിയാണിയുടെ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ആ ചിക്കൻ ബിരിയാണിയെ അപേക്ഷിച്ച് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ കല്യാണ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു റിച്ച്നെസ് ഒക്കെ ഫീൽ ആവും. ഇത് നമ്മൾ ചില ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു നോർമൽ ബിരിയാണി ഫീലേ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ 2 ബിരിയാണിയും ചൂട് തീരെ ഉണ്ടായിരുന്നില്ല. ചില്ലി ചിക്കൻ നന്നായിരുന്നു കേട്ടോ. നമുക്കൊരു ഫുഡ് ഇഷ്ടപ്പെട്ടാൽ ഈ കാറ്ററിംഗുകാരുടെയും ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ഡീറ്റെയിൽസ് പറയാം. അതിലൂടെ കാറ്ററിംഗുകാർ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ആളെയും ഇവർക്കൊരു വർക്കും നാട്ടുകാർക്കും നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യണതാണ് കേട്ടോ. പക്ഷേ ഈ ഫുഡിൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. ഇവരുടെ കാറ്ററിംഗിന്റെ ബോർഡൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. പക്ഷെ ഫുഡ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ. വെറുതെ അവരെ ഡീ പ്രൊമോട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പുറത്തു പോയപ്പോൾ അവിടെയും തിരക്ക്. വെറൈറ്റി ചായയും ഐസ്ക്രീമും, പല തരത്തിൽ പല നിറത്തിൽ ചായ. പാലക്കാടിന്റെ ഉച്ച ചൂടും ചായയും ഞാനെടുത്തു. നേരെ ഐസ്ക്രീം കൗണ്ടറിലേക്ക് ഒരു വാനില ഐസ്ക്രീം വാങ്ങി ഒരു സൈഡിലേക്ക്. ഒന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊന്ന്. വയറ് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. കമ്പനിക്ക് ആളുണ്ടായിരുന്നേ ഒന്നുകൂടെ നോക്കാമായിരുന്നു. കഴിച്ചിട്ട് വേസ്റ്റ് ബിന്നിൽ തന്നെ ഇട്ടു. നമ്മളൊരു വലിയ യൂട്യൂബർ, ഇൻഫ്ലുവൻസർ, സെലിബ്രിറ്റി ഒക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും വേസ്റ്റ് വഴിയിലിടാതിരുന്നാൽ അതിന്റെ പുണ്യം കൂടെ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ എൻട്രൻസിന്റെ അവിടെ ഉണ്ടായിരുന്ന പോപ്കോണും വാങ്ങി ഞാൻ ഇറങ്ങിയിട്ടാ. ഇനി ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും കല്യാണത്തിന് വിളിക്കാതാവുമെന്നാ പേടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാ.